ഈ ജീനി അവന് ഇഷ്ടമുള്ള പെൺകുട്ടിയോടൊപ്പം സമാധാനത്തോടെ ജീവിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അവന്റെ ബോഡി തിളങ്ങാൻ തുടങ്ങുന്നു. അതിന്റെ അർത്ഥം എന്തെന്നാൽ ആരോ ഒരാൾ അവന്റെ വിളക്കെടുത്ത് ഉരസിയിരിക്കുന്നു. ജീനി ഉടൻ അവളോട് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവിടെ പോയി നോക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരൻ അയാളുടെ ആദ്യത്തെ ആഗ്രഹമായി അയാളെ വലിയൊരു പണക്കാരനാക്കാൻ പറയുന്നു. അടുത്ത നിമിഷം തന്നെ ജീനി ആ ആഗ്രഹം നിറവേറ്റുന്നു. പക്ഷെ പണക്കാരനായി മാറിയിട്ടും ആരും ആ ഭിക്ഷക്കാരനെ ബഹുമാനിക്കുന്നില്ല. ദേഷ്യം വന്ന ഭിക്ഷക്കാരൻ അയാളുടെ രണ്ടാമത്തെ ആഗ്രഹമായി അയാളെ വെറുക്കുന്നവരെല്ലാം മരിക്കണമെന്ന് പറയുന്നു. വേറെ വഴിയില്ലാതെ ജീനി അത് നിറവേറ്റുന്നു. അന്ന് രാത്രി ജീനിയും കാമുകിയും ആ സ്ഥലം വിട്ടു പോകാൻ റെഡിയാകുന്നു. അപ്പോഴാണ് ആ ഭിക്ഷക്കാരന് ഒരാഗ്രഹം കൂടി ബാക്കിയുള്ള കാര്യം ഓർമ്മ വരുന്നത്. അടുത്ത നിമിഷം തന്നെ ജീനിയുടെ ബോഡി ഗ്ലോ ആവാൻ തുടങ്ങി. അവൻ വേഗം തന്നെ ഭിക്ഷക്കാരന്റെ മുന്നിലേക്ക് വരുന്നു. അപ്പോൾ അയാൾ തന്റെ അവസാന ആഗ്രഹമായി അയാൾ ഇഷ്ടപ്പെടുന്ന പെണ്ണിനെ ചോദിക്കുമ്പോൾ ജീനി അത് ആരാണെന്നറിയാതെ തന്നെ നിറവേറ്റുന്നു. നോക്കുമ്പോൾ അതിനുശേഷമാണ് മനസ്സിലാകുന്നത് ആ ഭിക്ഷക്കാരൻ ജീനിയുടെ കാമുകിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉടനെ ആ ഭിക്ഷക്കാരൻ അവളെ പിടിക്കാൻ തന്റെ ആളുകളോട് പറയുമ്പോൾ ജീനി അവരെ തടയാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ ജീനിയെ ഒരു മന്ത്രങ്ങൾ കൺട്രോൾ ചെയ്യുന്ന കയർ വെച്ച് കെട്ടുന്നു. അത് കണ്ട് കാമുകി അവനെ വിടാൻ പറഞ്ഞു കരയുമ്പോൾ ദേഷ്യം വന്ന ഭിക്ഷക്കാരൻ ജീനിയുടെ കൺമുന്നിൽ വെച്ച് അവളെ കുത്തുന്നു. തകർന്നു പോയ ജീനി ഉടനെ തന്റെ വിളക്ക് വരുത്തിച്ച് ആരെങ്കിലും എന്റെ മാസ്റ്ററായ ആദ്യത്തെ ആഗ്രഹം ഇവളെ രക്ഷിക്കാൻ ചോദിക്ക് എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. ഉടനെ ആ കൂട്ടത്തിൽ ഒരാൾ വിളക്കെടുത്ത് ഉരസുന്നു. പക്ഷെ അയാൾ അവളെ രക്ഷിക്കാനായി ചോദിക്കാതെ അയാൾക്കും ഒത്തിരി സ്വർണം വേണമെന്ന് ചോദിക്കുന്നു. മാത്രമല്ല അയാളുടെ അടുത്ത രണ്ട് ആഗ്രഹങ്ങളും അത് തന്നെ ചോദിക്കുന്നു. അതുകൊണ്ട് ആ നാട് മുഴുവൻ സ്വർണ്ണമഴ പെയ്യാൻ തുടങ്ങുന്നു. അതേസമയം മരിക്കാറായ അവൾ തന്റെ അവസാന ശക്തി ഉപയോഗിച്ച് അവന്റെ കയ്യിലെ കയറ് കട്ട് ചെയ്ത് മരിക്കുന്നു. മനസ്സ് തകർന്ന ജീനി ഫ്രീ ആയ ഉടനെ ആ ഭിക്ഷക്കാരനെ കൊല്ലുന്നു. അതിനുശേഷം അവളുടെ ബോഡിയും കൊണ്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അവന് ദേഷ്യം അടക്കാൻ കഴിയുന്നില്ല. കാരണം അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒരാൾ വിചാരിച്ചിരുന്നെങ്കിൽ അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. അവസാനം അവൻ സ്വർണ്ണമഴയെ ചുഴലിക്കാറ്റാക്കി മാറ്റി ആ നാടിനെ മുഴുവനായി നശിപ്പിക്കുന്നു. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് കമന്റ് കൂടി